അമ്പലത്തിൽ തുലാഭാരം എടുക്കണം അവരെ കൊണ്ടുപോകുന്നത് അമ്പലമല്ല. എടേ ചിന്നപ്പ തമ്പിങ്കളാ ഗേറ്റ് തുറക്കാ ഗേറ്റ് തുറക്കാ ഞാൻ പയ്യനെ കണ്ടപ്പോഴേ പയ്യനെ കണ്ടപ്പോ എക്സൈറ്റ്മെന്റ് ഏതോ കച്ചറ കുടുംബം കേട്ടോ. അപ്പൂപ്പനെ പെണ്ണാണം വന്നപ്പെട്ട പാട്ടാണ് ഇപ്പൊ ഇടുന്നത്. എന്താടാ ഇതൊക്കെ? നമ്മളെ നല്ല കുടുംബത്തിലോട്ട് തന്നെ നമ്മുടെ പയ്യനെ അയക്കുന്നത്. പാർക്കിംഗ് സൗകര്യം ഒന്നുമില്ല. കടലിന്റെ മുള്ള കല്ലിലെ കാണാൻ കൊണ്ട് വണ്ടി ഇട്ടിട്ട് വേറി വരാൻ നോക്കൂ. മോനെ MG സൂപ്പർ മെസ്സി ഇതല്ലേ? സത്യല്ലേ? എന്തോരം പാട്ടാണ് അങ്ങേർക്ക്. ഇങ്ങോട്ട് കണ്ണു കാണാനും എല്ലാരും സ്റ്റൈലിന്റെ ചന്ദ്രപ്പറ കാണിക്കുന്നുണ്ടോ? ഞങ്ങളല്ല അണ്ണു ആണ് ശബ്ദം ഉണ്ടാക്കുന്ന. അണ്ണു മതിലാടി ഓടി പറമ്പൊഴി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് വരുന്നു? ജോക്കി എവിടെ പോവാ? ജോക്കി അവനെ ഫ്രണ്ട് ഇതിന് മാത്രം ഇത് വരി വരിയായിട്ട് വാടേ, വരി വരിയായിട്ട് സെലക്ട് ചെയ്യണ്ട. കൊറേ ഉണ്ടല്ലോ, കളക്ഷൻ കുറവാണ്. ഡാഡി നമസ്കാരം 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 നമസ്തേ 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 നമസ്കാരം ചേട്ടന്മാരല്ലേ? ഓ എല്ലാ ചേട്ടന്മാരാണ്. ഓരോരുത്തരും ഇല്ലത്ത് കേറിയിട്ട് പരിചയപ്പെടുത്താം. ചെറുത് ഇങ്ങോട്ട് വാടക തൊഴിലോട്ടിരിക്കുക. ഹലോ ഒരു കുടുംബത്തിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും വന്നൊക്കെ. ഈ ഡ്രസ്സില്ല, ഈ കളറില്ല, ഈ കളറില്ല, ഈ കളറില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാരും ഇരിക്കണേ. പേരെന്താ ഡാഡിയുടെ? എന്റെ പേര് ജോൺ. ഇതാണ് നിങ്ങളുടെ എല്ലാം ഇവരുടെ എല്ലാം. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന നാഥനാണ്. വലിയൊരു കുടുംബമാണ്. ഞങ്ങളൊരു 10-42 പേരോളം അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. എഴുതുന്നുണ്ട്, കത്തിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു മോനെയും പറ്റിയും കുടുംബത്തെ പറ്റിയും. അച്ഛനായിട്ട് വരും അലീനയുടെ അച്ഛൻ.
too young, you know. അല്ല നിങ്ങളുടെ ഒരേ പ്രായമാണ് സെയിം ഏജ്. അല്ലേ കണ്ടാ പ്രായം തോന്നിക്കത്തില്ലേ? നമ്മുടെ പിന്മുറക്കാർ നമ്മുടെ അല്ല നിങ്ങളുടെ പിന്മുറക്കല്ല നിങ്ങളുടെ പിന്മുറക്കാർ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ നമ്മുടെ പിന്മുറക്കാർക്ക് വെട്ടിപ്പിടിക്കാൻ പോയി. അതാണ് മനസ്സിലായത്. അതെ തന്നെ അതെ തന്നെ. നമുക്ക് ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കാം. ഏതാ ഡയലോഗ്? അണ്ണ എനിക്ക് വാസന അണ്ണ ഇരുന്നിട്ട് വരുമ്പോ എന്റെ അടുത്ത് വന്നിരിക്കാം, പുറത്ത് വന്നിരിക്കാം. അല്ല ഇവിടെ ഡാഡി. ഡാഡി എനിക്കത് കേൾക്കുമ്പോ വിഷമം വരുന്ന കാര്യം എനിക്ക്. ഡാഡി എല്ലാവരുടെയും കുടുംബക്കാരാണ് ഈ നിരന്ന് നിൽക്കുന്നത്. എന്റെ അലീനയുടെ ഒക്കെ ബാക്കിൽ നിരന്ന് നിൽക്കുന്ന എന്തിന് ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തി. വേണ്ട എന്റെ അമ്മ. അല്ല ആദ്യം നമ്മുടെ കുടുംബക്കാരെ എല്ലാരും പരിചയപ്പെടുത്താം, എന്നിട്ട് നിങ്ങളുടെ കുടുംബക്കാരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയാൽ. അതെ 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 അതെ. ഞാൻ ചേച്ചിയുടെ മാമന്റെ ഹായ് ലക്ഷ്മി. ഹായ് ഞാനിപ്പോ സിംഗിളാണ്. കുട്ടി അതിന്റെ ആവശ്യമൊന്നുമില്ല, പേര് പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. പേരാ ബന്ധം. ഞാൻ മാമന്റെ മോള് ചേച്ചിയുടെ ഇനി അടുത്ത ആള്. ഇതല്ല നമ്മളെ പെണ്ണാണെന്നെ വന്ന എനിക്ക് മനസ്സിലാവും. പരിചയപ്പെടാൻ ചന്ദ്ര ധൃതി ചന്ദ്ര കാണുന്നല്ലേ? ഞാൻ ആലീന ചേച്ചിയുടെ അമ്മായിയുടെ മോനാണ്. അമ്മായിയുടെ മോന്റെ പേരെന്താ? ഓക്കെ. എന്റെ വൈഫാണ് മീന. ഓ അപ്പൊ മീനു. ഓ ഹായ് മീനു. മീനോ? ഞാൻ വിചാരിച്ചു അപ്പോ മീനു വന്ന്. അപ്പോ മീനു ഒരു പേര്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള മറ്റുള്ളവർക്ക് പേര് വിലാസമൊന്നും ഇല്ലേ? അല്ല ഞങ്ങൾ പരിചയപ്പെടുത്തരാം. ഞങ്ങളുടെ സൈഡിൽ ഇത് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വാസവണ്ണനെ ക്ഷണിക്കും. വാസവണ്ണ ഞങ്ങളെ എല്ലാരെയും പരിചയപ്പെടുത്തി കൊടുക്കും. ഒരു സെക്കൻഡ്. നമ്മള് ഞാനും കയറണോ? എന്റെ വീണ്ടും ആ ബട്ടൺ വർക്ക് ആവുന്നില്ലേ? ഇവിടുത്തെ റേഡിയോ ഇവിടുത്തെ വാസവണ്ണ വീണ്ടും ഈ മോനെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മോനൊന്നും സംസാരിക്കുന്നില്ല, അതാണ് പ്രശ്നം. അല്ല ഞാൻ സംസാരിക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബത്തില് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങള് എല്ലാരെയും കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം ഇത് നമ്മള് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട. കാരണം ഒത്തിരി പേർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. നമ്മളൊരു മിനിമൽ ഫംഗ്ഷൻ ആയിട്ട് നടക്കും. കുടുംബക്കാരാണ്. നമുക്ക് ഒരുപാട് സ്ഥലവും ഒരുപാട് ഫുഡും ഒക്കെ ഉണ്ട്. ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മള് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കനെയും പയ്യന്റെയും മനസ്സിലായോ? കുറച്ച് സമയം എടുക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് വളരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ വലത്തുനിന്ന് തുടങ്ങാം. ഇത് ജോക്കി, ടിവിയെ ജോക്കി, നമ്മുടെ എല്ലാമാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള മെയിൻ കാരണം പുള്ളിയാണ്, വലിയേട്ടൻ. അതെ, ഇത് ചന്ദ്രനെ പിന്നെ പരിചയപ്പെടുത്തുന്നല്ലോ നമ്മുടെ കല്യാണ. അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ മോബി. ഈ വിനയമാണ് ഇവരിൽ കണ്ട നമ്മൾ പയ്യന്മാരെ വളർത്തിയേക്കുന്ന അങ്ങനെ. കാണാനുണ്ട്. ആ കുട്ടി വന്ന് എന്റെ കാലിലൊന്നും പിടിച്ചോ? ഇല്ല, അതാണ് വളർത്തുദോഷം. ഇവിടെ ഉണ്ടായ ബന്ധുക്കളായോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത് അത് മോബി. പിന്നെ അതിന്റെ അപ്പുറത്ത് അടുത്താള് വന്നടോ ഇത് ഏബല്. ഇത് ഏബല്. അടുത്തത് അപ്പുക്കുട്ടന്ന് വന്നേ. ഹലോ. അപ്പാപ്പനല്ല മോനെ, ഡാഡി എന്ന് വിളിച്ചു. അയ്യോ എനിക്കതാ ഇഷ്ടം. ഞാനും ഡാഡിന്ന് വിളിച്ചോട്ടെ. അയ്യോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡാഡി ആയല്ലോ. ഒരു കല്യാണത്തോടെ ഒരു ഡാഡിനെ കിട്ടിയല്ലോ എല്ലാവർക്കും കൂടി. വിളിച്ചോ മോനെ, അച്ഛൻ കേക്കട്ടെ. ഓക്കെ ഡാഡി. പിന്നെ ഈ കണ്ണാടി വെച്ച് ഇത് ജുഗുറു. പിന്നെ ഡാഡി ഇത് കില്ലുവ.
കില്ലുവ കില്ലുവ സാബു. വെറൈറ്റി പേരാണല്ലോ അത്. അതെ, അതെ അതെ, അതെ അതെ അതെ. നൈസ് ടു മീറ്റ് യു. പിന്നെ ഡാഡി ലാസ്റ്റ് രണ്ടാമതിരിക്കുന്നത് കീരിക്കാടൻ ജോസ്. നമ്മുടെ തലമൂത്ത ആളാണ് നമ്മുടെ, അതെ, അതായത് നമ്മുടെ അണ്ണു കഴിഞ്ഞിട്ട് അതിന് അടുത്ത് തസ്തികയിൽ വരുന്ന ഒരാളാണ്. ഡാഡി, നമ്മുടെ നാട്ടിലൊരു കീരിക്കാടനുണ്ടേ, പെണ്ണുപിടിയാണ് അവനെ വിളിച്ചത്. ഏയ് ഡാഡി, ജോണേ, ഇത് അതുപോലത്തെ ഒരു വേറൊരു പെണ്ണുപിടിയാണ്. ജോണേ, ആ, അയ്യോ. ജോൺ ഡാഡി വിളിക്കുന്നു. മമ്മി ഇല്ലേ? ആ? മമ്മി മമ്മിയില്ല, മമ്മിയില്ല. മമ്മിയെ പറ്റി അയ്യോ, മമ്മിയെ പറ്റി അയ്യോ, മമ്മിയെ പറ്റി മമ്മി ചോദിക്കല്ലേ. സംസാരിക്കല്ലേ. അത് മമ്മി ഇല്ലേ? അയ്യോ അല്ല, നല്ലൊരു ദിവസം ഞങ്ങൾ ചോദിച്ചിതാക്കുന്നില്ല. മമ്മി ഒന്നാം ഒരു മോളിലൊക്കെ നല്ലൊരു പ്രശ്നം ദിവസമായിട്ട് ഉണ്ടാക്കുക. ആ മമ്മിയെ നമുക്ക് പറ്റി എന്നാ ഒരാളുണ്ട്. അത് മെസ് ബോയ് ഗോകു അവസാനത്തത്. ഇവിടെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇവിടെ ഇവിടെ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത് മന്ദാരം. മന്ദാരം അതിന്റെ ഇപ്പുറത്തത് മുച്ചിറി. മുച്ചിറി ഡാഡിയുടെ അടുത്തൊരു ഹലോ പറയൂ. ഇന്നലെ എന്നെ ഉപ്പാന്ന് വിളിക്കാൻ പറഞ്ഞാല് ഉപ്പാന്നല്ലേ ഞാൻ പരിചയപ്പെട്ടുന്നല്ലേ. ഇന്നലെ ഉപ്പ വിളിക്കാൻ പറഞ്ഞ അതാണ് മുച്ചിറി. മൂത്തടത്ത് കയറി സംസാരിക്കണം. ഇല്ല മൂത്തര ബഹുമാനിക്കും. ഒരു സെക്കൻഡേ, നിങ്ങൾ വന്നടാ മോനെ. എടാ അലീന അതുകൊണ്ട് വരുമ്പോഴത്തേന് പാട്ട് കറക്റ്റ് റെഡി ആക്കണം കേട്ടാ. ഇതേ പാട്ട് മതിയില്ല. ഏതാ? അല്ല ആ പാട്ടല്ല, വേറെ പാട്ട്, നല്ല പാട്ട്. സൂപ്പർ പാട്ട്. എടാ ഇത് ഒരു വട്ടം ഇട്ടതല്ലേടാ കൊച്ചിയർക്ക. എടാ ജോക്കി എടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞടാ. ജോക്കി എടുത്ത് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ, ഇവിടോട്ട് എന്റെ അടുത്തോട്ടൊന്ന് വരാൻ പറഞ്ഞേ. എടാ ജോക്കിയോട് എന്റെ അടുത്തോട്ടൊന്ന് വരാൻ പറഞ്ഞു. ജോക്കിയോട് മാത്രം, ജോക്കിയോടൊന്ന് വരാൻ പറഞ്ഞു ഇങ്ങോട്ട്. ഇപ്പൊ വരാ ചന്ദ്ര. വരും. എന്താ വാസു? ശ്രീധനത്തെ പറ്റി സംസാരിക്കണ്ടേ? എന്തെന്നാ? ശ്രീധനത്തെ പറ്റി സംസാരിക്കണ്ടേ? എന്താ കുട്ടി? സോറി, മുകളിലോട്ടൊന്ന് പോകാനായിരുന്നു. സോറി. എന്ത് കൊടുക്കുമെന്ന് ചോദിക്കണ്ടേ? അത് നമ്മളെ വിളിച്ച കണക്കാണോ മേളിലോട്ട് വരാനും കൂടെ? അല്ലല്ലോ. അപ്പം സ്ത്രീധനത്തിന്റെ കാര്യം കണ്ടിട്ട് അത്യാവശ്യം കുടുംബപരമൊക്കെ ഉള്ള കേട്ടോ, മനസ്സിലായോ? ഹലോ, അല്ലല്ല, എന്ത് സ്ത്രീധനം വേണ്ടേ? സ്ത്രീധനം വേണ്ടെങ്കിൽ സ്ത്രീധനം വേണ്ട. പക്ഷെ നമ്മുടെ ചെറുക്കനെ ഇങ്ങോട്ട് കൊടുക്കുമല്ലേ? അതും നമ്മുടെ ഒരു മറ്റേ താനോസിന്റെ കയ്യിരിക്കുന്ന ഒരു വജ്രം പോലത്തെ ഒരു ചെറുക്കനല്ലേ നമുക്ക് അവർക്ക് കൊടുക്കുന്നത്. സ്ത്രീധനം വേണം. ഗൈസ് ഇത് തമാശ വേണ്ടേ? നമുക്ക് സംസാരിക്കാം. അപ്പനെ വിളിച്ച് മാത്രം സംസാരിക്കാവേ. ഗൈസ് ഇത് ഞങ്ങള് മറ്റേ ഡൗറി പ്രൊമോട്ട് ചെയ്യുക അങ്ങനൊന്നും തോന്നരുത്. സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ എടുക്കണേ, ആ സെൻസിൽ എടുക്കണേ ദയവ് ചെയ്ത്. ഇതിനകത്തൊരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നിക്കല്ലേ ദയവ് ചെയ്ത് പ്ലീസ്. ചന്ദ്രൻ ഡാഡി വിളിക്കുന്നുണ്ട്. ഡാഡി വിളിക്കുന്നു ചന്ദ്രൻ. ചന്ദ്രമോനൊന്ന് വന്നേ. കുഞ്ഞിനോടല്ലേ തന്നെ ഇവരെ നാട്ടിൽ അതായിരിക്കും. എങ്ങനെ കൊണ്ടുപോകും. നമ്മൾ വാസു, ഇവർക്ക് അറിയത്തില്ലല്ലോ, ബ്രെയിൻ വാഷ് ചെയ്യാൻ പോലും ബുദ്ധിയില്ല. അതെ, അതെ
നമ്മുടെ വീട്ടിൽ 2 ആന ഉണ്ടായിരുന്നു, രണ്ടിനെയും പറക്കി വിട്ടിരിക്കുകയാണ്. കുമ്മച്ചനാണോ? അപ്പൊ ഇന്നത്തേക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അവര്. ഓ അത് രണ്ടാ- കുഴപ്പമില്ല, ഞങ്ങൾ ആനെ കേട്ടില്ല. കാണാനല്ലല്ലോ പെണ്ണിനെ കാണാനല്ലേ വന്നത്. ഇതൊക്കെ അത് സ്ഥിരവിടായ്പ. പാരമ്പര്യം. എലിമോളെ നമുക്കപ്പം ബാക്കി കാര്യങ്ങളിലോട്ടും ആ, കടന്നാലോ? നമുക്ക് പെണ്ണിനെ വിളിക്കാം. ചന്ദ്ര ആ, ചന്ദ്ര ഇരിക്കൂ, ചന്ദ്ര ഞാൻ പെണ്ണിനെ വിളിച്ചാലോ ഡാഡി? അപ്പൊ പെണ്ണിനെ ഇവിടെ ഇരുന്ന് ഇവിടെ സ്ഥലമുണ്ട്. എനിക്ക് ഡാഡി ഇരുന്നോളൂ, ഇപ്പുറത്തിരുന്നോ? ഡാഡി ഇരുന്നോളൂ. ആ. ഡാഡി ഇരിക്കുന്ന സ്ഥലത്ത് ഡാഡി ഇരുന്നില്ലെങ്കിൽ മുച്ചുറ് കയറി. മുച്ചിരുമോനെ ഡാഡിയുടെ വന്നോളാ. സൈലന്റ് ആണ്. എല്ലാരും മിണ്ടായിരിക്കണേ. എടാ സൈലന്റ് ആവടാ. മുച്ചിരി ഒന്ന് പോടാ അപ്പുറത്ത്. കാട്ടി തോന്നേത് തത്തമ്മ എലി ശങ്കരൻ വേട്ടാവളിയൻ. പുറകെ 2 എലി. നമ്മുടെ ആൾക്കാര് നമ്മുടെ കൂടെ ഉള്ളവനെ. മനുഷ്യന്മാര് തന്നെ. ഇല്ല അത് കാണാൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ്. ആ മോള് വന്നു ജോക്കി. നിന്റെ പിന്നില് മോള് വരുന്നുണ്ട്. മോള് വരെ എവിടെ മോളെ ഡാഡി ഏത് ഡൈ? ഒരു വയസ്സന്മാരുടെ എന്താ ജോക്കി? conversation. എന്നോട് ആ ഒന്നുമല്ല. മൂക്കില് ഏതോ തന്നെ ഡൈ വരുമ്പോ ഡൈ ഡൈ മറ്റേ ഡൈ. അല്ലേട്ടാ പിന്നെ എടാ, എല്ലാരും ഒന്ന് കുറച്ച് നേരം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാരും സൈലന്റ് ആയടാ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാരും സൈലന്റ് ആയി. ഇവർക്ക് ഈ പാട്ട് മാത്രമേ ഉള്ളൂ സ്പോട്ടിഫൈയിൽ. തട്ടി വീഴരുത് കേട്ടോ. മോനെ ചെറുക്കനൊടുക്ക്. താങ്ക്സ്. ഇനി ബാക്കി എല്ലാവർക്കും കൊടുത്തു. ആദ്യം ജേസൺ കൊടുത്തു. ആ അത് എടുത്തെടുത്ത് എനിക്കണ്ട ഇരുന്നോളൂ. അതിനെ കുളിച്ചിട്ട് തോർത്ത് മാറ്റിയില്ലേ തലേന്ന്? അച്ഛന് വേണ്ട മോളെ, ബാക്കി എല്ലാവരും അത് ആ സുനെ നോട്ട് ചെയ്യാമോ? ഓ എന്റെ ചെവിക്കകത്തോട്ട് ഊതിത്താടാ പാട്ട്. പാട്ടിടാൻ പറഞ്ഞപ്പോ അവൻ ചെവിക്കകത്തോട്ട് ഊതണം. എല്ലാവർക്കും കൊടുക്കണ തണുത്ത് ഞാൻ തരാടാ നിനക്ക്. സിപ്പ കുടിക്കുന്ന മാന്യമായിട്ട് കോഫി ഉണ്ടോ ഇതിനകത്ത്? കണ്ട വാസ് കുടിക്കുന്നുണ്ട. മധുരം കുറവ്. വലിച്ചങ്ങ് കുടിക്കും. ഒരു കുടിക്കല്ലടാ, വലിച്ചു ഇവൾക്ക് എന്തെങ്കിലും ചടങ്ങനുസരിച്ച് അത് നമ്മളല്ലല്ലോ കെട്ടുന്നേ. ആദ്യം ചന്ദ്രപ്പൂർ ചെറുക്കന് പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോയി സംസാരിക്കാം. മാറി സംസാരിച്ചത്. മോനെ സംസാരിക്കാനാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ടില്ല മോനെ. ഒരു പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട് മോനെ. അതിപ്പോഴും അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. മനസ്സിലായി ഇവരുടെ എവിടുന്നാ വെടി പൊട്ടിയെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അയ്യോ അനുഗ്രഹമൊക്കെ എത്ര? നിങ്ങളാദ്യം സംസാരിക്കും, അല്ല നീ വേണ്ട വേണ്ട നീ വേഗം പറഞ്ഞേ. 5 മിനിറ്റ് ആണേ, വേഗം പറഞ്ഞേ. ചെറുക്കന് പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാരണവന്മാർക്കൊന്ന് സംസാരിക്കാം. നമുക്ക് സംസാരിക്കണ്ടേ, നമുക്ക് സംസാരിക്കണ്ടേ. നിങ്ങൾ അങ്ങോട്ട് വരണ്ട, നിങ്ങൾ കാരണം വരെ സംസാരിച്ചിട്ട് വരാം. കാരണവർ വന്നു. ഇവരുടെ കസിൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഓ കസിൻസ് ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ സംസാരിച്ചു. എലി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഡാഡി എവിടെയാണ് നമുക്ക് സംസാരിക്കേണ്ടത്? നമുക്ക് പുറത്തിറങ്ങിയ നെയ്മർ അല്ലേ നമ്മുടെ കൂടെ വരുന്നേ? നമുക്ക് ഓരോരുത്തരും സംസാരിക്കാം. ഓരോരുത്തരോട് സംസാരിക്കാം. ഓരോരുത്തരല്ല മോളെ, വക്കത്ത്. ഭയങ്കര മലയാളം പണ്ഡിതനാണല്ലേ. മലയാളം അല്ലേ നമ്മുടെ മെയിൻ. ധീരെ തുക്കട വണ്ടിയൊക്കെ. ഇവളെന്തിനാ കേറി വരുന്നത്? എനിക്കറിയത്തില്ല മോനെ, ഇവിടെ കൊണ്ടിട്ടേക്കണേ. എല്ലായിടത്തും വലിഞ്ഞു കയറി വന്നോളൂ. 2.5 ഏക്കറാണ്, 2.5 ഏക്കർ ചുറ്റും. സ്ഥലക്കച്ചവടം ഉണ്ട് ഇന്നിവിടെ കല്യാണത്തിന്റെ കൂടെ. കുറെ നേരമായിട്ട് പുള്ളിക്കാരി ഈ സ്ഥലം, വണ്ടി, ആന എന്നൊക്കെ പറയുന്നു. മോളെ അത് പറയണം, കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. ഇതാരാണ് കൂടെ വരുന്നത്? ഈ പുള്ളി ഡാഡി എന്താണ് ഇത്? ഞാനല്ല ഇത്, ഡാഡി പറഞ്ഞോ. കുഴപ്പമില്ല, കുറച്ച് മുമ്പ് എനിക്ക് പറഞ്ഞോ. ഇതാരായി പുള്ളി?
തണുപ്പിന്റെ സാബ്ഗുരു, ഇത് സാബ്ഗുരു. എന്താണിത്? ഓ സാബ്ഗുരു, ഇത് എന്താണിത്? റിഫ്രഷ് സ്ക്രീൻ അടിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ആ അപ്പം ജോക്കി ആ എന്താണ് നമ്മുടെ ഭാവി കാര്യങ്ങള്? നമ്മളല്ലല്ലോ കല്യാണം കഴിക്കുന്നേ. അതല്ലെന്നേ, നമ്മുടെ പിള്ളേരെ കാര്യം ഉറപ്പിക്കാനല്ലേ ഇവിടെ ഓ വന്നത്. അങ്ങനെ അങ്ങനെ അങ്ങനെ. അത് അപ്പം അവര് കണ്ട് സംസാരിച്ചാൽ മാത്രം പോരല്ലോ, നമ്മള് കാരണവരായിട്ടിരുന്ന് സംസാരിക്കണ്ടേ? ഇത് നമ്മള് അതായത് ചന്ദ്രന്റെ കാര്യം അറിയാലോ. അത് തങ്കപ്പെട്ട ഒരു ചെറുക്കനാ. നമ്മുടെ ഓ എനിക്കറിയാം അറിയാം അറിയാം. കുടുംബത്തിലെ പറയുവാണെങ്കിൽ എന്റെ പൊന്നു ഡാഡി, കുടുംബത്തിലെ നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ താനോസിന്റെ കൈ അറിയാവോ? ആ താനോസിന്റെ കൈ. ആ താനോസിന്റെ കൈ. അങ്ങനെ താനോസിന്റെ കൈക്കകത്തൊരു 4-5 കല്ലുകളുണ്ട്, കല്ലുകൾ. അതില് ഞാൻ ഒരു കല്ലില്ല, ഞാനാണ് ആ കൈ, മനസ്സിലായോ? അതിനകത്ത് 4-5 കല്ലാണ് ഇവന്മാരൊക്കെ. അപ്പൊ അതിലൊരു കല്ലാണ് നമ്മൾ ഈ കുടുംബത്തിലോട്ട് തരുന്നത്, മനസ്സിലായോ? അപ്പം അവനൊരു കല്ലാണെന്നാണ് പറയുന്നത്. ആ കല്ല് കടിക്കുവോ ജോക്കി? കല്ല് കടിക്കുവോ നിങ്ങളുടെ നാട്ടിലൊക്കെ? നിങ്ങളുടെ നാട്ടിൽ കല്ലൊക്കെ ഇതൊക്കെ കടിക്കൂല്ലേ? എന്തൊക്കെ പെണ്ണുമ്പിള്ളക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഡാഡി സ്കൂളൊന്നും അത്രയും വാല്യുബിൾ ആണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? എന്ന് വെച്ചാൽ മനസ്സിലായി. മുതുക്കിലിറങ്ങി ഒന്ന് അന്വേഷിച്ചറിയാം എന്ത് തങ്കപ്പെട്ട ചെറുക്കനാണ് നമ്മുടെ ചന്ദ്രബോസ്. ഞാൻ വന്നപ്പോഴേ അവനെ പറ്റി കേട്ടു. PDക്കാർക്ക് നല്ല അഭിപ്രായം, മറ്റ് ഗ്യാങ്സുകൾക്ക് നല്ല അഭിപ്രായം. നമ്മുടെ ഏറ്റവും ശത്രുതയായിട്ടുള്ള ഗ്യാങ് TG ആയിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ കുറെ നാളായിട്ട് അടി വഴക്കും. അവരോട് അന്വേഷിച്ചാൽ പോലും ചന്ദ്രൻ ഒരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നേ പറയുള്ളൂ. ഒരുപാട് കേട്ടിരിക്കണം, ഒരുപാട് കേട്ടിരിക്കണം. നല്ലൊരു മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുഞ്ഞിനെ വേണമെങ്കിൽ അവൻ ഉപേക്ഷിക്കായിരുന്നു. അവൻ എന്ത് കൂളായിട്ട് അത് ഇതാക്കിയത്. അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ല, നമ്മൾ എന്തിനാണ് ഈ മുഖത്തൊന്ന് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് പറയുന്നത്? അതായത് ജോക്കി, ആ ഈ പെണ്ണുകളിന് മുമ്പ് ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു. ഇത് അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അറിയണ്ടേ? അപ്പൊ അവരുടെ മനസ്സിലിരിക്കുന്ന ചേട്ടൻ നിൽക്കുമ്പോ മനിയം കിട്ടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവന്. അത് കുഴപ്പമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കാൻ വലിയ താല്പര്യമില്ല. അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ കെട്ടിയാൽ മതി, കുഴപ്പമില്ല. ജോക്കി, അവർക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പ്രിപ്പയർ ആവാൻ. വാസു മറ്റേത് ഞാൻ പറയണത് ഡാഡി എന്ന് പറഞ്ഞാൽ ഇപ്പഴേ ഡാഡി ഇവർക്കൊക്കെ ഈ പിള്ളേരുടെയൊക്കെ മൈൻഡ് സെറ്റ് എപ്പോഴും മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഡാഡി. എന്റെ പൊന്നു ഡാഡി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഇങ്ങനെ ആയിരുന്നു. കെട്ടണമെന്നും പറഞ്ഞിട്ട് ഉറപ്പിച്ചിട്ട് കെട്ടാൻ വന്ന് ഇത്രയും നാള് ഡിലേ ആയി. പുള്ളിക്ക് ഇവർക്ക് പരിചയപ്പെടണം, ഇവർക്ക് മറ്റേ ഇടപഴകണം എന്നൊക്കെ പറഞ്ഞ് ഇടപഴകി കല്യാണം ആയപ്പോഴത്തേക്ക് 3ാമത്തെ പറയാൻ നേരം 2ാമത്തെ മാസമായിരുന്നു അമ്മൂമ്മ, മനസ്സിലായോ? ഇതൊന്നും നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. നിങ്ങളെപ്പോലത്തെ ഒരു നല്ല കുടുംബത്തിന് പറ്റിയതല്ല. നാളെ മുതുക്കിലിറങ്ങി ഓരോരുത്തർ സംസാരിച്ച് അത് പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തുക. ഞാൻ അവരുടെ സംസാരിച്ചു, ഉള്ള പ്രോഡക്റ്റിന്റെ കൂടെ വേറെ എക്സ്ട്രാ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് കെട്ടിയ കൂടെയെന്ന്. ബോൺവിറ്റയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടെന്നീസ് ബോൾ കണക്കാണ് നമ്മളിത് റെഫർ ചെയ്യുന്നത്. മനസ്സിലായോ? അതാ കൊച്ചു അവന്റെ തന്നെ ആണോന്ന് ഡൗട്ട് ഉണ്ടല്ലോ. തിരുത്താൻ പറ്റുന്നില്ലല്ലോ ബ്രോ, നീ വളർന്ന സാഹചര്യം അതാ. അത് എന്താണ് നിങ്ങളുടെ തീരുമാനം? സംസാരിക്കാൻ മറ്റേ നമ്മുടെ കല്ലാണ് അങ്ങോട്ട് തരുന്നേ, കല്ല് അങ്ങോട്ട് തരുവാണ്. അപ്പം നിങ്ങള് തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? വാസു അത് നമ്മള് എന്ത് തരും എന്താ നമുക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു കല്ല് ഇങ്ങോട്ട് തരുവാണെങ്കിൽ നമ്മളൊരു തങ്ക കട്ടിയാണ് അങ്ങോട്ട് തരുന്നത്. ഇതെന്താണ് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരല്ലേ, കാരണം വരെ സംസാരിക്കുന്നിടത്തോട്ട് വരല്ലേ പ്ലീസ്. എനിക്കൊരു കാര്യം പറയണ്ടേ? എന്തായിരുന്നു നമ്മളങ്ങോട്ട് തങ്ക കട്ടി കൊടുക്കുന്നില്ലേ? അടുത്ത പ്രശ്നം എന്താണ്? ചന്ദ്ര ഡാഡിയോട് സംസാരിക്കും, ജോക്കി ഡാഡിയോട് സംസാരിക്കും. ഡാഡി അടുത്തൊന്നും വരല്ലേ? ഡൗറിയുടെ കാര്യമല്ല പറഞ്ഞായിരുന്നോ? ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു 2500 പ്രതീക്ഷിക്കുന്ന. നിനക്ക് എത്ര വേണം? എനിക്ക് 2000, 1500 എടുത്തോ. പിന്നെ ഇതുപോലെ ഒരു വലിയൊരു ബാധ്യതയുടെ തല ചുമക്ക, അതിൻ്റെതായിട്ടുള്ളൊരു ഇത് വേണമല്ലോ നമുക്ക്. ശരിയാ. പിന്നെ 2500 കോടി എന്താ അങ്ങനെ ഉണ്ടോ? പിന്നെ പുത്തു പോലെ ഉണ്ടാക്കും. ഞാൻ ചെറുക്കൻ്റെ തന്നെ കാണും ഒരു 10,000 കോടി കഴിവറവൻ കിട്ടുന്നുണ്ടല്ലേ കള്ളന്റെ പോയി. ഇമേജിന് കോട്ടുന്നിട്ട് പ്രശ്നം. ഡാഡി ഒന്ന് വരുമോ? ഡാഡി വരാം.
പറഞ്ഞോ ഡാഡി നമുക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല നമ്മള് ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തണമല്ലോ. അപ്പൊ അവരെ ഒന്ന് സെറ്റിൽ ആക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു നമുക്കൊരു 2,500 കോടിക്കകത്ത് എല്ലാം നടക്കും, കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് എന്റെ. അതെ, കല്യാണത്തിന്റെ ഭാഗമായിട്ട് എക്സ്പെൻസ് ആണ് ഇത്, മനസ്സിലായി. 2,500 കോടിയോ? അത് പേടിയണ്ട. 2,500 ഞാൻ പറയുന്നത് അങ്കിള് ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാല് നമുക്ക് അവർക്ക് താമസിക്കാൻ ഒരു വീടും കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ, കാരണം നമ്മളെ കുട്ടിയല്ലേ. അതെ എല്ലാം കൂടെ നമുക്കൊരു ഇതൊരു നാട്ടു നടപ്പിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു 2,500 കോടിക്കകത്ത് ഒതുക്കാവത്. അതെ, ഞങ്ങളുടെ കല്യാണത്തിന്റെ ചെലവല്ലേ? 100 കോടികൾക്ക് തുല്യമാണ് അവൾക്ക് എന്തിനാണ് കല്യാണത്തിന് അങ്ങനെയാണെങ്കിൽ 100 കോടി പെണ്ണിന്റെ ഇത് കുറച്ചിട്ട് ബാക്കി 2,400 2,500 100 കോടി പെണ്ണിന്റെ അത് പുള്ളിക്കാരി പറഞ്ഞു അത് മൈനസ് ചെയ്തിട്ട് ബാക്കി 2,400. കുടുംബക്കാരല്ലേ നമ്മളിപ്പോൾ? നിങ്ങൾ എങ്ങനെയാണ് ഈ എന്റെ പൊന്ന് ജോണി അല്ല എന്താ കുട്ടി, ഞാൻ ഈ അലീനയുടെ അച്ഛനോട് സംസാരിക്കുകയാണ്, പ്ലീസ് അതിൽ ഇന്റർഫിയർ ചെയ്യല്ലേ. കുടുംബക്കാർ സംസാരിക്കും. ഒരു മിനിറ്റ് എലിമോളൊന്ന് വന്നേ. ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് വന്നേ, വാസു ഇങ്ങോട്ട് വന്നേ. എടി ചന്ദ്രന് സീനൊന്നും ഇല്ലല്ലോ. അവൻ എന്തിനു പറയാൻ വന്നേ? അവൻ എന്തു പറഞ്ഞേ? ചന്ദ്രൻ പറഞ്ഞത് 2,500 കോടി എണ്ണി വാങ്ങിക്കണമെന്നാ പറയാൻ വന്നേ. അവൻ ആരാ പറഞ്ഞ ബുദ്ധിയില്ലാന്ന്. ഈ എലി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. തങ്കക്കട്ടിയാണ്. എന്തോ തങ്കക്കട്ടി? തങ്കക്കട്ടി നമ്മളെ താനോസിന്റെ കൈ വരെ ആക്കി അവനെ. തങ്കക്കട്ടി ഇവനൊക്കെ ഒരു മൂത്രത്തിക്കല്ലിന്റെ വിലയെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മൾ അത്ര ആക്കി വെച്ചേക്കുവാ. കുടുംബക്കാര് അല്ല, ഈ കുടുംബക്കാര് 100 കോടിക്ക് പുറത്ത് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അകത്തൊരു സെറ്റപ്പ് ഉണ്ടോ ഒരുമാതിരി? എന്തോന്നത് രാജാപ്പാട്ട് സിനിമയെ പിന്നെ പണക്കാരനാ, വലിയ ഫാമിലിയിലാ. 2,500 ഒക്കെ അങ്ങനെ സാമാനത്തിലൊരു രോമം. വാസുമോനെ, നമ്മുടെ തങ്കം പോലുള്ള ഒരു കുട്ടിയെ അങ്ങോട്ട് തരുമ്പോ അവക്ക് ജോലി അങ്ങോട്ട് തരും. അവളും തങ്കക്കട്ടിയാണ്, നമ്മുടെ കല്ലും കട്ടിയാണ്. ജോലിക്കാരിയാണ് അവള്. ചെറുക്കനുണ്ടല്ലോ, ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ മണിക്കൂർ 1 ലക്ഷം സമ്പാദിക്കും. സത്യം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമ്മൾ വണ്ടി കച്ചവടം ഒന്നുമില്ല, ഒരു കല്യാണമല്ലേ. കല്യാണല്ലേ, നമ്മളിങ്ങനെ അത് മോശമാണ്. അപ്പൊ എന്റെ മോക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്തങ്ങോട്ട് അയക്കാം. നിങ്ങൾ പൊന്നുവില നോക്കുന്ന എനിക്ക് അറിയാം. നിങ്ങൾ കൊടുത്തങ്ങോട്ട് അയക്കെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം കൊടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അറിയുന്നേ? എന്റെ ജോക്കി, എന്റെ സ്വന്തം മോളെ ഞാൻ അങ്ങനെ ഉണ്ണിയപ്പം കൊടുത്ത് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇല്ല. എന്നാൽ നമുക്ക് നമ്മളറിയണ്ടേ, നമ്മളിത് അറിയണ്ടേ. മൂടാനുള്ള സ്വത്തുക്കളുണ്ട്, അതെല്ലാം അവക്കുള്ളതാ. അതെ അതെ അതെ, എന്റെ കാലശേഷം മാത്രം. വാസവണെന്ന് വിളിക്കണ്ടെന്നല്ല പറഞ്ഞ. അപ്പൊ എന്റെ കാലശേഷം ചന്ദ്രനുള്ളതാണ് ആ സ്വത്തുക്കളെല്ലാം. അതൊക്കെ നിന്റെ ഇഷ്ടമാണോടാ? നീ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ അച്ഛനെ അച്ഛൻ കുണ്ണ വിളിക്കുമെങ്കിൽ അങ്ങനെ മാറ്റി വിളിക്കാം. അതൊക്കെ നിന്റെ പേഴ്സണൽ താല്പര്യം. നിങ്ങളുടെ താനോസിന്റെ കല്ല് പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്റെ തങ്കക്കട്ടിയും. അല്ല, എനിക്ക് പറയാൻ വയ്യെന്നേ, അത്രയും എനർജി കളയാൻ വയ്യ, അതുകൊണ്ടാണ്. മനസ്സിലായോ? പറഞ്ഞോണ്ട് കിടന്ന് സ്ഥാപിക്കുന്ന എന്തിനാ? ഈ വകയിലെ ബന്ധം നമുക്ക് പിന്നെ സംസാരിക്കാം. അത് പിന്നെ സംസാരിക്കാം. ഡാഡി, നമുക്ക് ഇനി എന്തായാലും അവരുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കണ്ടേ? അകത്തോട്ട് പോവാൻ ഡാഡി. അവരുടെ കൂടെ വിളിച്ച് അവരുടെ കൂടെ സംസാരിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് നമുക്ക് സംസാരിക്കാൻ പറ്റും. അത്രയും ബന്ധുക്കാരിക്കുന്നുണ്ടേ. എന്നാ അവരെ ഇങ്ങോട്ട് വിളിക്കാം. വാസു അവരെ ഇങ്ങോട്ട് വിളിക്കാം, അതാ നല്ലത്. ദാണ്ടി ഇവിടെ നിക്കുന്നുണ്ടല്ലോ. എന്തായാലും നാണൊക്കെ അലീനെ
ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ. മോനെവിടെ? പിന്നെ എല്ലാരും 10-20 കല്യാണം കഴിക്കുവോ? സത്യം. അതെ അതെ അല്ല, ഇതൊക്കെ ഞാൻ ഒരു വട്ടമല്ല ഉണ്ടാവുള്ളൂ. ചിലവർക്കൊക്കെയാണ് റയർ ആയിട്ട് 2-3 ഒക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ. അതെ. അലീനയ്ക്ക് സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ അലീനെ. അത് പറഞ്ഞു കൊടുത്തു. എന്താ അലീനയ്ക്ക് സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പെണ്ണാണ് അലീന. എന്റെ സ്നേഹത്തോടുകൂടി ഞാൻ അവളെ എനിക്കൊന്ന് വിളിച്ചു. സംസാരിക്കണം. ആര് കേട്ടോ? ഉം. ആ സംസാരിച്ചോ. വാ, വാ അലീന, ഏ, ഇങ്ങോട്ട് മാറിക്കാവാ. ഇങ്ങോട്ട് അല്ല, എനിക്ക് അണ്ണൂൻ്റെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കണം. ഈ നരന്തിന്റെ കാര്യം ഞാൻ മറന്നു കേട്ടോ. നമ്മളെല്ലായിടത്തും ഒരു അധികപ്പറ്റാവുന്നു എനിക്കൊരു സംശയം കേട്ടാ. ഞാൻ ചെറുക്കനെ അങ്ങനെയാണ് അണ്ണൻ്റെ കൂടെ എനിക്ക് വളർത്തിയേക്കുന്നത്. സംസാരിക്കണം. എന്നാ പിന്നെ സംസാരിക്കും. ഇവിടെ നിന്ന് സംസാരിക്കും. അതെ, ആ. ഈ അവസാനത്തെ എന്ന് പറയുമ്പോ ഇനി ആർക്കും കല്യാണം ഇല്ല. ഇല്ല, എന്തിനാ കല്യാണം കഴിക്കുന്നേ? അപ്പൊ അവർക്ക് ഗേൾഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവര് പ്രാഗത്തില്ലേ? ഗേൾഫ്രണ്ട്സ് എന്റെ പൊന്ന അലീനെ, അതൊന്നും നമ്മുടെ വിഷയമല്ല, മനസ്സിലായോ? കല്യാണത്തിന്റെ എന്റെ പൊന്ന അച്ഛ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ സംസാരിക്കണമെന്ന് മാറി തരുമോ കുറച്ചു നേരം? പെണ്ണിന്റെ അടുത്തല്ലേ അച്ഛൻ. സംസാരിക്കണേ, നമ്മൾ മതില് ചാടിയൊന്നും പോകത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോ അവർക്കൊക്കെ ഗേൾഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അവര് നമ്മളെ പ്രാഗത്തില്ല. അപ്പൊ നമ്മള് കല്യാണം കഴിച്ച് എന്റെ അങ്ങോട്ട് പൊന്നു കുട്ടി, വരുമ്പഴത്തേക്ക് divorce ആവും. വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ അലീനെ, വേണമെങ്കിൽ കല്യാണം കഴിച്ച് ഇവനെയും കൊണ്ടിട്ട് ജീവിക്കും. എനിക്കിപ്പോ വലിയ നിർബന്ധമൊന്നുമില്ല, മനസ്സിലായി? അന്ന് എന്റെ കാല്